Ladies and gentlemen, this is Adarsh and welcome to my Konadi. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഒരു സീരീസിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ സീരീസ്. ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ടും അവിടെ നടക്കുന്ന സ്മഗ്ലിങ്, അവിടെ ഭയങ്കര ശ്രീരാമചന്ദ്രനെ പോലുള്ള ഒരു ഓഫീസർ പരിപാടിയൊക്കെയാണ് ഈ സീരീസ് പറഞ്ഞു പോണത്. നമ്മുടെ സ്വന്തം ഇമ്രാൻ ഹാഷ്മി. സോ നമ്മുടെ സ്വന്തം പറയാൻ കാരണം പേഴ്സണലി എനിക്ക് അങ്ങേരെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലൈക്ക് ഹിം സോ മച്ച്. അങ്ങേരെ സിനിമകൾ ഈ അവിഞ്ഞ മുട്ട, ചീഞ്ഞ തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ആയിരിക്കില്ല. റിയലിസ്റ്റിക് ആയിരിക്കും, അതേപോലെ തന്നെ ക്വാളിറ്റി കണ്ടന്റ് ഉള്ള പടങ്ങളായിരിക്കും. അതിന് റീസെന്റ് എക്സാമ്പിൾ ആണ് ഗ്രൗണ്ട് സീറോ. അങ്ങനെ ഒരു ആർമി ഓഫീസേഴ്സിന്റെ കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയുണ്ട് ആമസോൺ പ്രൈമിൽ. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട്, എന്നാ ഇപ്പൊ കാണുന്ന പോലെ പാട്രിയോട്ടിസം പറഞ്ഞിട്ട് സർക്കസ് കാണിച്ചു വെക്കുന്നതല്ല. ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ ബോളിവുഡിൽ, പാട്രിയോട്ടിസം പറഞ്ഞിട്ട് അവര് സർക്കസ് ആണ് കാണിച്ചു വെക്കുന്നത്. സോ ബോളിവുഡിന്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ്, അതാണ് ഇമ്രാൻ ഹാഷ്മിയുടെ സിനിമകൾ. അതിന്റെ അടുത്ത വേറൊരു പടമാണ് ഹക്ക്. ഏത് പടം കണ്ടില്ലെങ്കിലും ഹക്ക് കാണണം. യാമി ഗൗതത്തിന്റെ നാഷണൽ അവാർഡ് ഡിസേർവിംഗ് പെർഫോമൻസ്, അത് വിറ്റ്നസ് ചെയ്യണോ? യു ഷുഡ് വാച്ച് ഹക്ക്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇപ്പൊ അങ്ങനെ പുതിയൊരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്, തസ്കരി ദ സ്മഗ്ലേഴ്സ് വെബ്. സോ ഇത് തമിഴ് ഭാഷയിലൊക്കെ അവൈലബിൾ ആണ്. സോ ഹിന്ദി അറിയാത്തവർ തമിഴ് കണ്ടു നോക്കുക. സോ ഇത് ഇറങ്ങിയിട്ട് 1-2 ദിവസമായി. ഞാൻ ഇപ്പോഴാണ് ഇത് കാണുന്നത്. കാരണമുണ്ട്, കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കണ്ടായിരുന്നു, ബ്രോ എങ്ങനെയുണ്ട് സീരീസ്, ബ്രോ എങ്ങനെയുണ്ട് സീരീസ്. 7 എപ്പിസോഡ് ഉണ്ട്. ഒരു എപ്പിസോഡ് ഏകദേശം 1 മണിക്കൂർ ഉണ്ട്. അങ്ങനെയാണ് വെച്ച് 7 മണിക്കൂർ അടുപ്പിച്ച് ഈ സാധനം കണ്ടോണ്ടിരുന്ന നോമിന്റെ തന്തപ്പടി നോമിന്റെ കാല് തല്ലി പിടിക്കും. പിന്നെ ഇവിടുത്തെ ധോബി കം ക്ലീനർ കം കുക്കർ കം എല്ലാ കമ്മും നോമ് തന്നെയാണ്. അതുകൊണ്ട് അത്യാവശ്യം തിരക്കായിരുന്നു. എന്നാൽ ഇപ്പൊ കണ്ടു തീർത്തു. ആദ്യം തന്നെ പറയാ, 7 മണിക്കൂർ ഉണ്ട്, ക്ഷമ വേണം. അല്ലാതെ ടപ്പേന്ന് കാര്യം നടക്കണം പറഞ്ഞാൽ പറ്റില്ല. സോ ഈ സീരീസ് പറഞ്ഞു പോണത് നമ്മുടെ അണ്ണൻ ഇമ്രാൻ ഹാഷ്മി. ആള് ഭയങ്കര ഒരു നീറ്റ് അത് പറഞ്ഞ ശ്രീരാമചന്ദ്രനെ പോലെയുള്ള ഒരു കസ്റ്റംസ് ഓഫീസറാണ്. അങ്ങേരെ വിലക്ക് വാങ്ങിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. എന്നാൽ ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടക്കുന്ന സ്മഗ്ലിംഗ് പരിപാടി, അതായത് ഗോൾഡ്, ഹെറോയിൻ, വാച്ച്, തേങ്ങ, മാങ്ങ, ഇതൊക്കെയാണ് ഈ സീരീസിൽ പറഞ്ഞു പോണത്. ഈ സീരീസിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫാക്ടർ, ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് ഡയറക്റ്റഡ് ബൈ നീരജ് പാണ്ഡെ, എ ഡയറക്ടർ ഹു ഇസ് വെൽ നോൺ ഫോർ ഹിസ് വർക്ക്സ്. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഗിമ്മിക്സ് ഒന്നുമില്ല. കസ്റ്റംസ് ഓഫീസർ എന്നോട്ട് വാടാ ഒരു 10 പേര് വാടാ, ഒരു 20 പേര് വാടാ, ഞാൻ അടിച്ചിടാം, അങ്ങനത്തെ സാധനമൊന്നുമില്ല. ചെറിയ 1-2 ഫൈറ്റ് ഒക്കെ ഉണ്ട്. അത് തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. സോ ഈ സീരീസ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ അണ്ണൻ സസ്പെൻഷനിലാണ്. എന്തുകൊണ്ട് സസ്പെൻഷനിലായി എന്നുള്ളത് പിന്നെ പറയാന്ന് അണ്ണൻ പറഞ്ഞ പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഒരു ഫണ്ണി വേയിലാണ് ഈ സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 7 എപ്പിസോഡിൽ ഒരു 5ാമത്തെ എപ്പിസോഡ് വരെ നമുക്ക് വലിയ ത്രിൽസും പരിപാടിയൊന്നും ഉണ്ടാവില്ല. സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ അങ്ങനെയൊന്നും തോന്നില്ല. ഇവര് വന്നിട്ട് ഈ സ്മഗ്ലിംഗ് നടക്കുന്നവരെ പിടിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസത്തില് കുറച്ച് തമാശ രൂപേണയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോർ അടിക്കാതെ ഇരുന്ന് കാണാം. ഞാൻ പറഞ്ഞില്ല, 7 എപ്പിസോഡ് 7 മണിക്കൂർ വലിയ ഡ്യൂറേഷൻ ആണ്. ഒരു 5 എപ്പിസോഡ് വരെയൊക്കെ അത്യാവശ്യം തമാശയും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ. സുധിലത്തെ ഈ സ്മഗ്ലിംഗ് നടത്തുന്നവര് ഇൻഫോമേഴ്സ്, അത് ആരൊക്കെ ആയിരിക്കും എന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. അതൊരു നെഗറ്റീവായിട്ട് പേഴ്സണലി എനിക്ക് തോന്നി. നമ്മുടെ സൂര്യണ്ണൻ, നടിപ്പിൻ നായകൻ സൂര്യണ്ണന്റെ അയൺ സിനിമയിൽ കണ്ട കുറെ സീൻസ് നമുക്ക് ഇതിലും കാണാം. അപ്പൊ നമുക്ക് തോന്നും, ഇത് അതിൽ കണ്ടതല്ലേന്ന്. അങ്ങനത്തെ കുറെ സീൻസ് ഉണ്ട്. ലാസ്റ്റ് 2 എപ്പിസോഡ് കുറച്ച് ഇമോഷണൽ ആക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിലത്തെ ട്വിസ്റ്റ് ഒക്കെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഓൾഡ് ഫൈൻ ഇൻ ന്യൂ ബോട്ടിൽ നിന്ന്. പക്ഷെ ഒട്ടും ബോറടിക്കാതെ ഇരുന്ന് കാണാം. ഈ സ്ലോ ബേൺ ഡ്രാമാസിന്റെ ഒക്കെ ഫാൻ ആണ് വെച്ചാൽ ഈ 7 മണിക്കൂറൊന്നും വലിയ ഡ്യൂറേഷൻ ആയി തോന്നില്ല. അങ്ങനത്തെ സംഭവങ്ങളുടെ ഫാൻ അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ക്ഷമ വേണം കണ്ടിരിക്കാൻ. പെർഫോമൻസ് വൈസ് ഇമ്രാൻ ഹാഷ്മി ആസ് യൂഷ്വൽ. അങ്ങേർക്ക് ഭയങ്കര കമേഴ്ഷ്യലൈസ് ചെയ്ത ഒരു ക്യാരക്ടർ അല്ല. അതായത് പാട്ട്, ഡാൻസ്, റൊമാൻസ്, കിസടി, കെട്ടിപ്പിടുത്തം, അടി ഇടി കുത്ത്, അങ്ങനെയല്ല. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എങ്ങനെയെങ്കിലും ഈ സ്മഗ്ലിംഗ് ഒക്കെ നിർത്തണം, അത് ചെയ്യണം, അവനെ പിടിക്കണം, അങ്ങനെയുള്ള വളരെ കോമൺ മാൻ്റെ ഒരു ക്യാരക്ടറാണ് ആൾക്കുള്ളത്. ആൾ വളരെ നീറ്റായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ടീമിലുള്ള 2-3 പേരുണ്ട്. ഒരു മിത്താലി പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഒരു കൊച്ച് നല്ല വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗജർ, അതാണ് തോന്നുന്നു പേര്, അങ്ങനെ ഒരാളുണ്ട്. ആൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പെർഫോമൻസ് വൈസ് ഇതിൽ വില്ലൻ ഒഴിച്ച് ബാക്കി എല്ലാവരും നയിച്ചാണ്. വില്ലൻ ഒരു നിർഗുണം പറഞ്ഞ അങ്ങേരുടെ മുഖത്ത് എനിക്ക് തോന്നുന്നു 5000 കോടി ലോട്ടറി അടിച്ചാൽ ഒരു ചിരി വരില്ല, വില്ലൻ ഇസുവും വരില്ല. ഇതിൽ മറ്റേ ബഡാ ചോട്ടാ പറഞ്ഞിട്ട് ട്വിൻസ് ആയിട്ടാണ് വില്ലനെ കാണിക്കുന്നത്. ആ സീനൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നി. പക്ഷെ മൈസൂർ പാക്ക് പോലെ ഈ ഗോൾഡ് ബിസ്ക്കറ്റ് ഒക്കെ അടുക്കി വെക്കുന്നത് കാണിച്ചപ്പോൾ ദാറ്റ് വാസ് വെരി നൈസ്. ഒരു 10 കിട്ടിയിരുന്നേൽ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നി.
ഞാൻ പറഞ്ഞ ഓവറോൾ അത്യാവശ്യം നൈസ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സീരീസ് ആണ്. പക്ഷെ വൻ കിടു സാധനമാണോ ചോദിച്ചാൽ അല്ല, വൻ കിടു സാധനം ഒന്നും അല്ല. റിയലിസ്റ്റിക് ആണ്, തമാശയുണ്ട്, ചെറിയ ത്രിൽസ് ഉണ്ട്, ട്വിസ്റ്റ് ഒക്കെ പ്രഡിക്റ്റബിൾ ആണ്. അങ്ങനത്തെ ഒരു സീരീസ് കാണും. പേഴ്സണലി ഇമ്രാൻ ഹാഷ്മിയുടെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് വെച്ചാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദി സീരീസ് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്ടീവ്സ് ആണ്. ഇപ്പൊ ഞാൻ നല്ലത് പറഞ്ഞു പറഞ്ഞാൽ 10 പേർക്ക് അത് നല്ലതായിട്ട് തോന്നും, ചിലവർക്ക് അത് മോശമായിട്ട് തോന്നും. ഞാൻ നല്ലത് പറഞ്ഞു പറഞ്ഞിട്ട് അത് നല്ലതാണ് നിർബന്ധവുമില്ല. സോ കണ്ടു നോക്കുക. തമിഴ് ഭാഷയിൽ അവൈലബിൾ ആണ്. തമിഴ് ഡബിങ് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒറിജിനൽ ലാംഗ്വേജാണ് കണ്ട് ട്രൈ ഇട്ട്